ഹലോ നമസ്കാരം. ഹോല വേൾഡിൻ്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 2025 കുറച്ച് വിസ അപ്ഡേറ്റ്സ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും വലിയൊരു അപ്ഡേറ്റ്, ഇന്ത്യയുടെ അസസ്മെൻറ്റ് ലെവൽ, കൺട്രി റിസ്ക് റേറ്റിംഗ് ലെവൽ ഫോർ ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസയിൽ വ്യത്യാസം വന്നിരിക്കുകയാണ്. ഇന്ത്യ ഒരു ലെവൽ 2 കൺട്രി ആയിട്ട് അപ്ഗ്രേഡ് ആയിരിക്കുകയാണ്. പ്രീവിയസ്ലി ഇതൊരു ലെവൽ 3 കൺട്രി ആയിരുന്നു. അപ്പോൾ ഈ ഒരു ചേഞ്ചിനെ നമുക്ക് വെൽക്കം ചെയ്യാം. എങ്ങനെ, എന്തുകൊണ്ട് നമുക്കിതൊരു പോസിറ്റീവ് ന്യൂസാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതുവരെ ഇന്ത്യ ഒരു ലെവൽ 3 കൺട്രി ആയിരുന്നതുകൊണ്ട് നമ്മുടെ റെസ്ട്രിക്ഷൻസ് കൂടുതലായിരുന്നു. വളരെ സ്ക്രൂട്ടനൈസ് ചെയ്തായിരുന്നു ഇന്ത്യയുടെ ആപ്ലിക്കേഷൻസ് ഓസ്ട്രേലിയയിലേക്ക് എടുക്കുക. അപ്പം സ്റ്റുഡൻറ്റ് വിസ ഗ്രാൻഡ് റേറ്റ്സ് ഇനി ബെറ്റർ ആവാം, അതുപോലെ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഒരു സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ്. ഇന്ത്യക്ക് നല്ലൊരു നേട്ടമാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക്. ആർക്കൊക്കെയാണ് തിരിച്ചടികൾ നേരിട്ടത് എന്ന് നോക്കാം. നമ്മുടെ ടോപ്പ് 10 ഓസ്ട്രേലിയയിലേക്ക് വരുന്ന വിദേശ വിദ്യാർത്ഥികളിൽ ടോപ്പ് 10 വരുന്ന ഇന്ത്യ, ചൈന, നേപ്പാളൊക്കെയാണ് ഇപ്പോഴും കൺസിസ്റ്റൻ്റായിട്ട് ടോപ്പ് 3. ആ ടോപ്പ് 10 ലിസ്റ്റിലുണ്ടായിരുന്ന ആൾക്കാരാണ് ബംഗ്ലാദേശ്, പാകിസ്ഥാനൊക്കെ. അതിൽ ബംഗ്ലാദേശ് ലെവൽ 1 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. ആൻഡ് പാകിസ്ഥാൻ ലെവൽ 3 കൺട്രി ആയിട്ട് ഡൗൺഗ്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാന് തിരിച്ചടിയാണ്. ശ്രീലങ്ക ലെവൽ 1 ആയിട്ട് മാറിയിട്ടുണ്ട്. ഫിലിപ്പീൻസ് സർപ്രൈസിംഗ്ലി ലെവൽ 3 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫിലിപ്പീൻസ് ലെവൽ 3 ആയതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എടുത്തു പറയണം ഇന്ത്യൻ സ്റ്റുഡൻസിന്. ഹെൽത്ത് പ്രോഗ്രാമുകളിലേക്ക് നമുക്കറിയാം, നേഴ്സുമാർ ലോകത്ത് മൊത്തത്തിൽ സൗത്ത് ഇന്ത്യ, കേരളത്തിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ നേഴ്സുമാർ ലോകത്തിലുള്ളത്. അപ്പം ഫിലിപ്പീൻസിൽ നിന്നുള്ള ഒത്തിരി റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസിലേക്ക്. അതുകൊണ്ട് തന്നെ വളരെ ഇൻറ്റൻസ് കോമ്പറ്റീഷൻ നേരിട്ടിരുന്ന ഒരു സമയമായിരുന്നു പാസ്റ്റ് 2 ഇയേഴ്സ്. അപ്പോൾ അവിടെ ഒരു തിരിച്ചടി ഫിലിപ്പീൻസിന് ലെവൽ 3 ആയിട്ട് മാറുമ്പോൾ ഇന്ത്യക്ക് അഡ്വാൻറ്റേജ് ആണ്. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഹെൽത്ത് സെക്ടറിലേക്ക് കുറേയും കൂടി അഡ്മിഷൻസ് ഓപ്പൺ അപ്പായിട്ട് കിട്ടും. യൂണിവേഴ്സിറ്റീസ് കൂടുതൽ സ്റ്റുഡൻസിനെ ഇന്ത്യയിൽ നിന്ന് എടുക്കും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ന്യൂസ്. നമുക്കറിയാം, കേരള ഡേറ്റയിൽ 35% ഓഫ് സ്റ്റുഡൻസ് who go through Hola World is coming for nursing or health related programs. അപ്പം നമുക്കതൊരു വളരെ സന്തോഷകരമായ വാർത്തയാണ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്നൊരു വീഡിയോ ചെയ്യുന്നത്. ഒപ്പം തന്നെ ഒരു സ്റ്റാറ്റ്സും കൂടെ പറയാം. ഓസ്ട്രേലിയൻ വിസയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ആൻറ്റി ഇമിഗ്രേഷൻ റാലിയൊക്കെ നടന്നു അല്ലേ? അപ്പോൾ ഇതിലൊക്കെ നമുക്ക് എന്തെങ്കിലും പേടിക്കാനുണ്ടോ? എന്താണ് ഇവിടുത്തെ കറണ്ട് ട്രെൻഡ്സ് വിസയുടെ കാര്യത്തിൽ എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ റീസെൻ്റ്ലി ഇവിടെ മാത്യു നോബിൾ എന്ന് പറഞ്ഞൊരു അസിസ്റ്റൻറ്റ് സെക്രട്ടറി ടെമ്പററി വിസാസ് ഓസ്ട്രേലിയ DHA ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം അഫയേഴ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്നയാൾ കുറച്ച് ഡേറ്റ ഷെയർ ചെയ്യുകയുണ്ടായി. 600,000 വിസ ലോഡ്ജ്മെൻറ്റ്സ് ആണ് കഴിഞ്ഞതിന് മുന്നത്തെ വർഷം 23-24 ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടായിരുന്നത്. അത് ഡ്രോപ്പ് ആയിട്ട് 427,000 ആയിട്ട് ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ വന്നിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ ജൂലൈ മുതൽ ജൂൺ വരെയുള്ള സമയത്താണ്. അതായത് ജൂലൈ 2024 മുതൽ ജൂൺ 2025 വരെ. അപ്പോൾ ഈ ഒരു പീരീഡിനകത്ത് 29% ഡ്രോപ്പാണ് ഉണ്ടായിരിക്കുന്നത് ലോഡ്ജ്മെൻറ്റിൽ. കഴിഞ്ഞ ഒരു വർഷം തന്നെ അറൗണ്ട് 30% നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ടു ഓസ്ട്രേലിയ സ്റ്റുഡൻറ്റ് വിസ ആപ്ലിക്കേഷൻസ് ഹാവ് ഡ്രോപ്ഡ് ബൈ 30%. നമ്മുടെ ഹോല വേൾഡ് ഡേറ്റ എപ്പോഴും റൈസിങ് ഡേറ്റയാണ്. നമ്മുടെ സ്റ്റുഡൻസ് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുക. പക്ഷേ ഓവറോൾ ട്രെൻഡിൽ ഒരു ഡിപ്പാണ്. പക്ഷേ ഹോല വേൾഡ് ഒരു ചെറിയ കമ്പനി ആയതുകൊണ്ട് നമുക്കങ്ങനെ ബാധിച്ചിട്ടില്ല. നമ്മൾ ട്രാൻസ്പെറൻ്റായിട്ട് ഇൻഫർമേഷൻ തരുന്നതും നമ്മുടെ 100% വിസ സക്സസ്സും ഒക്കെ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ഫാക്ടേഴ്സാണ്. നമ്മളെ ഒരിക്കലും ഈ ഒരു 30% ഡിക്ലൈൻ വന്നിട്ടും നമ്മളെ അത് അഫക്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം ഇതൊക്കെ ആയിരിക്കാം. അപ്പോൾ ഈ 29% ഡ്രോപ്പ് ഉണ്ടായി. അതിനുള്ള കാരണം ഒന്ന്, $2,000 ആയിട്ട് വിസ ഫീസ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വെറ്റ് കോഴ്സസ് അല്ലെങ്കിൽ ഈ ഡിപ്ലോമ പ്രോഗ്രാംസ്, എലിക്കോസ് പ്രോഗ്രാംസ് എന്നൊക്കെ പറഞ്ഞ് ചെറിയ ഇംഗ്ലീഷ് പ്രോഗ്രാമാണ് എലിക്കോസ്. ഇതൊക്കെ പഠിക്കാൻ വരുന്ന ആൾക്കാർ അവരുടെ ഫീസ് വളരെ കുറവാണ്. അപ്പോൾ അവർ ചുമ്മാ ലോട്ടറി എടുക്കുന്ന പോലെ പഞ്ചാബ്, ഹരിയാന അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ഭാഗങ്ങളിൽ നിന്ന് വെറുതെ ആപ്ലിക്കേഷൻസ് ഒത്തിരി വരുമായിരുന്നു. കിട്ടി ഇല്ലേ പോട്ടെ, ഇത്രയും രൂപയല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്യായിരുന്നു. വിസ ഫീസ് കുറവായിരുന്ന സമയത്ത്. അപ്പോൾ ഈ വിസ ഫീ കൂട്ടിയപ്പോൾ അങ്ങനെ റിസ്ക് എടുക്കാനായിട്ട് പലരും മടിക്കാൻ തുടങ്ങി. അതാണ് ഒന്നാമത്തെ ഫാക്ടർ. 2, വിസ സക്സസ് റേറ്റ് 82% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡിക്ലൈൻ ആപ്ലിക്കേഷൻ മോസ്റ്റ്ലി വന്നത് വെറ്റിലും എലിക്കോസിലുമാണ്. ഹയർ സ്റ്റഡീസിൽ അത്രയും വന്നിട്ടുമില്ല. ഓക്കെ, ഇനി ചൈന, ഇന്ത്യ, നേപ്പാളാണ് ഈ ടോപ്പ് 3 കൺട്രീസ് എന്ന് ഞാൻ പറഞ്ഞു. അത് ഈ കഴിഞ്ഞ വർഷവും ടോപ്പ് 3 കൺട്രീസ് ചൈന, ഇന്ത്യ, നേപ്പാളായിരുന്നു. ഇനി ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ടൈമിനെ പറ്റി പറയാം. ഓഫ് ഷോർ, അതായത് പുറത്തുനിന്നുള്ള ആപ്ലിക്കേഷൻസ് 25 ദിവസമാണ് ആവറേജ് എടുക്കുന്നത്. നാഷണൽ പ്ലാനിംഗ് ലെവൽസിനെ പറ്റി പറയാം. ഓരോ വർഷവും സ്റ്റുഡൻറ്റ് വിസ എത്ര വേണം, എത്ര സീറ്റ്സ് അലോക്കേറ്റ് ചെയ്യണം, ഈ വർഷത്തേക്കുള്ള അവരുടെ പ്ലാനിംഗ് ലെവൽ എത്രയാണ് എന്നുള്ളത് നമുക്കിനി നോക്കാം.
നാഷണൽ പ്ലാനിംഗ് ലെവൽ കൂട്ടിയിരിക്കുന്നത് 295,000 ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. അത്രയും സ്റ്റുഡൻസിനെ ഈ വർഷം പഠിപ്പിക്കാനായിട്ട് ഓസ്ട്രേലിയ റെഡിയാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ വാല്യൂവിനേക്കാളും 9.3% ജമ്പാണ്, ഇൻക്രീസ് ഇൻ നാഷണൽ പ്ലാനിംഗ് ലെവൽ. അതായത് വീണ്ടും കൂടുതൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ ഓസ്ട്രേലിയ സജ്ജമാണ് എന്നാണ് ആ മെസ്സേജ്. ഇത്രയും കൂടിയിൽ നമുക്കറിയാം, പക്ഷേ 427,000 ആയിരുന്നു സ്റ്റുഡൻറ്റ് വിസ ഗ്രാൻഡ് വന്നത് എന്ന് പറയുന്നത്. ആ ഡേറ്റ അപ്പോൾ നമുക്കറിയാം 295,000 അല്ലെങ്കിൽ 270,000 കഴിഞ്ഞ വർഷം നാഷണൽ പ്ലാനിംഗ് ലെവൽ ഉണ്ടായിരുന്നെങ്കിലും 400 ആൻഡ് ഇത്രയും 1000 ഡേറ്റ 427,000 വന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡൻസ് വരുന്നുണ്ടാവും സ്റ്റുഡൻസിൻ്റെ. അതുപോലെ തന്നെ ഓൺ ഷോറിലുള്ള വിസ എക്സ്റ്റൻഷൻ, ഈ കൗണ്ട് എല്ലാം കൂടെ വരുന്നതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്പേഴ്സ് കണ്ട. പക്ഷേ ഇത് പുതിയ സ്റ്റുഡൻസിനെ ഓസ്ട്രേലിയയിലേക്ക് വരുന്ന നമ്പർ ഓഫ് COEs, അതായത് കൺഫർമേഷൻ ഓഫ് എൻറോൾമെൻറ്റ്, സ്റ്റുഡൻറ്റിനെ ഡിപ്പെൻഡൻസിനെ കൗണ്ട് ചെയ്യുന്നില്ല, സ്റ്റുഡൻസിനെ മാത്രം കൗണ്ടാണ് ഈ വരുന്ന വർഷം 295,000 ആയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ആൻറ്റി ഇമിഗ്രേഷൻ റാലിയൊക്കെ നടന്ന് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ പോലും നമ്മുടെ മൈഗ്രേഷൻ ലെവൽസ് ഒരിക്കലും ഡൗൺ ആയിട്ടില്ല. ഇറ്റ്സ് ആക്ച്വലി സ്റ്റുഡൻസിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുകയാണ്. 10% കൂടെ കൂടുതൽ സീറ്റ്സാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ വർഷം നമുക്കൊരു നല്ല ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരുന്നു. ഈ വർഷവും അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് നല്ല റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാവും. നമുക്ക് നല്ലപോലെ അഡ്മിഷൻസ് കിട്ടുന്നൊരു വർഷമാണ്. എസ്പെഷ്യലി ഇപ്പോൾ US നിന്നും ഒക്കെ UK നിന്നും ഒക്കെ ആൾക്കാർ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഇപ്പോൾ പഠിക്കാൻ വരുന്നവർക്ക് തീർച്ചയായും നല്ലൊരു സമയമാണ്. എനിക്ക് നമ്മുടെ ഓസ്ട്രേലിയ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ സിബ്ലിങ്സും ഒക്കെ US UK ഉള്ളവരുടെയൊക്കെ പേരൻസ് കോൾ ചെയ്യുന്നുണ്ട്, എങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ റൂൾസും കാര്യങ്ങളും ഒക്കെ ചോദിച്ച്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇറ്റ്സ് എ വെരി ഗുഡ് ടൈം ടു പുട്ട് യുവർ ആപ്ലിക്കേഷൻസ് ടു ഓസ്ട്രേലിയ. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ നാഷണൽ പ്ലാനിംഗ് ലെവലിൽ 295,000 സീറ്റ്സ് അലോക്കേറ്റഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ടൈം? അപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്നത് 80% ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ, അതായത് ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ 295,000 ഹയർ അതിനകത്ത് ഓരോ യൂണിവേഴ്സിറ്റിക്കും ഫിക്സഡ് നമ്പർ ഓഫ് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത്രയും COEs ജനറേറ്റ് ചെയ്യുന്നതാണ് അഭികാമ്യം എന്ന് പറയുന്നത്. പക്ഷേ അതൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കട്ട് ഓഫുമായിട്ട് നമ്മൾ പറയുന്നില്ല. അതിൻ്റെ ഒരു 80% എത്തുന്നവരെ ഇത് പ്രയോറിറ്റി 1 വിസയായിട്ട് കൺസിഡർ ചെയ്യുക. അതായത് ഫാസ്റ്റായിട്ട് വിസ വരും. വിസ വരുന്നത് ഓൾമോസ്റ്റ് 1 to 4 വീക്സിലാണ് വരുന്നത്. കഴിഞ്ഞ വർഷത്തെ ഒരു പ്രോസസ്സിംഗ് ടൈം അങ്ങനെയാണ്. അതാണ് മിനിസ്ട്രിയൽ ഡയറക്ഷൻ. മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ആ ഒരു നമ്പർ എത്തുന്നവരെ ആ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള എല്ലാ വിസ ആപ്ലിക്കേഷനും 4 ആഴ്ചയ്ക്കകത്ത് തീർപ്പാക്കി കൊടുക്കണമെന്നാണ്. അങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ആവറേജ് ടൈം. പക്ഷേ 80% എക്സീഡ് ആയി എന്ന് വെച്ചപ്പോൾ ഭയങ്കരമായ കോമ്പറ്റീഷൻ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. നമ്പർ ഓഫ് സീറ്റ്സ് കഴിഞ്ഞു. 80%ൻ്റെ അകത്തൊരു ഒരു വാല്യൂ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുന്നത്? 5 to 8 വീക്സിൽ എന്നാലും വരുന്നുണ്ട്. സ്റ്റുഡൻറ്റ് വിസ അങ്ങനെ വെറുതെ റിജക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് good thing. So that's all for today's video. Again, we are celebrating India is now a level 2 country in country risk assessment levels. So I'm very much happy, and we can see more upcoming informative videos in Hola World YouTube channel. So എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടിക്കോ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. This is Jaswin signing out from Hola World YouTube channel.